Respected dear family members, my pranams to you. Message is from Swami Vivekananda. None can hate others without degenerating himself. അവനവൻ സ്വയം താഴാതെ നശിക്കാതെ തകരാതെ മറ്റുള്ളവനെ ഒരിക്കലും വിമർശിക്കാനോ വെറുക്കാനോ സാധിക്കില്ല. മറ്റൊരുവനെ വെറുക്കുമ്പോൾ അവനവൻ സ്വയം താഴുകയാണ്, ഡീജനറേറ്റ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ ഈസ് ലൈഫ്. വികസനമാണ് ജീവിതം എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്. ചുരുങ്ങലാണ് മരണം. ലവ് ഈസ് ലൈഫ് ആൻഡ് ഹേറ്റ്രഡ് ഈസ് ഡെത്ത്. സ്നേഹിക്കുന്നത് ജീവിതവും വെറുക്കുന്നത് മരണവുമാണ്. ഡു any deserve liberty who are not ready to give it to others? Do any deserve liberty? എന്ത് കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ആ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കാതെ ചെയ്യുന്നവൻ ഒരിക്കലും ധന്യനല്ല. എനിക്ക് മാത്രം സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഇടുങ്ങിയ ചിന്താഗതി. നോ പവർ ഇൻ ദ യൂണിവേഴ്സ് ക്യാൻ വിത്ത്ഹോൾഡ് ഫ്രം എനിവൺ എനിത്തിങ് ഹി റിയലി ഡിസർവ്സ്. ഈ ലോകത്തില് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അർഹതയുള്ളത് എന്തോ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തോ, അത് സ്വീകരിക്കാനുള്ള നിങ്ങളുടെ പ്രയാണത്തെ, അത് സ്വന്തമാക്കാനുള്ള നിങ്ങളുടെ പ്രയാണത്തെ ലോകത്തിൽ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. ഒരു ശക്തിയും നിങ്ങളുടെ കർമ്മധീരമായ മുന്നേറ്റത്തെ തടയുകയില്ല. ദ പാസ്റ്റ് ഓഫ് ഇന്ത്യ വാസ് ഗ്രേറ്റ്, നോ ഡൗട്ട്. ഭാരതത്തിന്റെ പൂർവ്വകാലം അത്യുജ്വലമായിരുന്നു, അതിന് ഒരു സംശയവുമില്ല. ബട്ട് ഐ സിൻസിയർലി ബിലീവ് ദാറ്റ് ദ ഫ്യൂച്ചർ വിൽ ബി മോർ ഗ്ലോറിയസ് സ്റ്റിൽ. ഞാൻ ഉറപ്പിച്ച് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, ഭാരതത്തിന്റെ ഭാവി കാലം അതിനേക്കാൾ ശോഭനവും ശ്രേഷ്ഠവുമായിരിക്കുമെന്ന്. ഭൂതകാലം ഉജ്ജ്വലമായിരുന്നു, ഭാവി കാലം അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. മേ ശങ്കര കീപ് us steady in purity, patience and perseverance. ശങ്കരാചാര്യരെ പോലെ ധന്യരായിട്ടുള്ള ആചാര്യന്മാരും നമ്മളുടെ മനസ്സ് പരിശുദ്ധമായിട്ട് നിലനിർത്താൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ക്ഷമാവാന്മാരാവാനും നമ്മൾ സഹനശക്തിയുള്ളവരാകാനും ശങ്കരാചാര്യന്മാരെ പോലെയുള്ള ആചാര്യന്മാർ നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. നത്തിങ് എൽസ് ഈസ് നെസസറി ബട്ട് ദീസ് ലവ്, സിൻസിയറിറ്റി ആൻഡ് പേഷ്യൻസ്. സ്നേഹിക്കാനുള്ള വലിയൊരു മനസ്സും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും അതേപോലെ ക്ഷമാശീലവും ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, അതെല്ലാം തനിയെ വന്നുകൊള്ളും. വാട്ട് ഈസ് ലൈഫ് ബട്ട് ഗ്രോത്ത്? ദാറ്റ് ഈസ് എക്സ്പാൻഷൻ, ദാറ്റ് ഈസ് ലവ്. എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്? വികസനമാണ്, വളർച്ചയാണ്, ഉയർച്ചയാണ്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. സ്നേഹമാണ്, അതാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. Therefore all love is life. ശരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി ലോ ഓഫ് ലൈഫ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സേവിക്കുക, ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത്. ഓൾ സെൽഫിഷ്നെസ് ഈസ് ഡെത്ത്. എല്ലാവിധത്തിലുള്ള സ്വാർത്ഥ നിറഞ്ഞ പ്രവൃത്തിയും മരണത്തിന് തുല്യമാണ്. ആൻഡ് ദിസ് ഈസ് ട്രൂ ഹിയർ ഓർ ഹിയർ ആഫ്റ്റർ. ഇപ്പോഴും ഇനിയുള്ള കാലഘട്ടത്തിലും ഇത് സത്യവുമാണ്. ഇറ്റ് ഈസ് ലൈഫ് ടു ഡു ഗുഡ്. മറ്റുള്ളവന് നന്മ ചെയ്യുന്നതാണ് ജീവിതം. ഇറ്റ് ഈസ് ഡെത്ത് നോട്ട് ടു ഡു ഗുഡ് ടു അതേഴ്സ്. മറ്റുള്ളവന് നന്മ ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മരണം. ഫീൽ, മൈ ചിൽഡ്രൻ ഫീൽ. വികാര തീവ്രമായിട്ട് അനുഭവിച്ചറിയുക എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ. ഫീൽ ഫോർ ദി പുവർ. ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ ദുഃഖവും വേദനയും അനുഭവിച്ചറിയുക. ഫീൽ ഫോർ ദി ഇഗ്നോറന്റ്.
വിദ്യാഭ്യാസമില്ലാത്തവന്റെയും അജ്ഞാനത്തിൽ കഴിയുന്നവന്റെയും ദുഃഖം നിങ്ങൾ അറിയുക. ഫീൽ ഫോർ ദി ഡൗൺ ട്രോഡൻ, അടിച്ചമർത്തപ്പെട്ടവന്റെയും താഴ്ത്തപ്പെട്ടവന്റെയും ദുഃഖം നിങ്ങൾ അറിയുക. ഫീൽ ടിൽ ദ ഹാർട്ട് സ്റ്റോപ്സ്, വേദന കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിന്നുപോകുന്നത് പോലെ നിങ്ങൾ അനുഭവിച്ചറിയുക. ആൻഡ് ദ ബ്രെയിൻ റീൽസ്, നിങ്ങളുടെ തലച്ചോറിനകത്ത് അസാധാരണമായ വികാരം ഉണ്ടാകുന്നത് വരെ അനുഭവിച്ചറിയുക. ആൻഡ് യു തിങ്ക് യു വിൽ ഗോ മാഡ്, ദെൻ പോർ ദ സോൾ ഔട്ട് അറ്റ് ദ ഫീറ്റ് ഓഫ് ദി ലോർഡ്. ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ഭ്രാന്തന്റെ ലെവലിലേക്ക് എത്തും എന്ന് തോന്നുന്നത് വരെ നിങ്ങൾ മറ്റുള്ളവരെ വേണ്ടി ചിന്തിക്കുക. അവിടെ നിന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ജീവചൈതന്യം ജഗദീശ്വരന്റെ പാദങ്ങളിൽ അർപ്പിച്ച്, ആൻഡ് ദെൻ വിൽ കം പവർ, അപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ ശക്തിയും ലഭിക്കും. ഹെൽപ്പ് ആൻഡ് ഇൻഡോമിറ്റബിൾ എനർജി, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക. അളക്കാൻ പറ്റാത്ത അത്രയും ശക്തിയുടെ ഉടമസ്ഥരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വിഷമമോ ദുഃഖമോ തളർച്ചയോ ഉണ്ടാവില്ല. മണി ഡസ് നോട്ട് പേ, നോർ നെയിം, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ പ്രസിദ്ധിയോ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരില്ല. ഫെയിം ഡസ് നോട്ട് പേ, നിങ്ങൾ അറിയപ്പെടുന്ന കീർത്തിയോ ഒരിക്കലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാൻ കാരണമാവില്ല. നോർ ലേണിംഗ്, വളരെയധികം വിദ്യാഭ്യാസമുള്ളവനായതുകൊണ്ടും വലിയ പ്രയോജനമില്ല. ഇറ്റ് ഈസ് ലവ് ദാറ്റ് പേസ്, മറ്റുള്ളവരെ സ്നേഹിക്കൂ. അതാണ് നിങ്ങൾക്ക് തിരിച്ച് ധന്യമായിട്ടുള്ള ജീവിതം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം. ഇറ്റ് ഈസ് ക്യാരക്ടർ ദാറ്റ് ക്ലീവ്സ് ഇറ്റ്സ് വേ ത്രൂ adamantine walls of difficulties. സൗശീല്യം, നല്ല ശീലത്തിന്റെ ഉടമസ്ഥനാവുന്നതാണ് ഈ ജീവിതത്തിലെ തിന്മകളുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടാനും ആവശ്യമില്ലാത്ത വാശിയുടെയും പകയുടെയും മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും നിങ്ങളെ സഹായിക്കുന്നത്. ധന്യമായ ശീലം സൗശീല്യമാണ്. I do not believe in a God who cannot give me bread here. എനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തരാത്ത ഒരു ദൈവത്തിലും എനിക്ക് വിശ്വാസമില്ല. Giving me eternal bliss in heaven, എനിക്ക് സ്ഥിരം ശാശ്വതവുമായ ശാന്തി തരാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിലും എനിക്ക് വിശ്വാസമില്ല. റൂട്ട് അപ്പ് പ്രീസ്റ്റ് ക്രാഫ്റ്റ് ഫ്രം ദി ഓൾഡ് റിലീജിയൻ, പഴയ മതത്തിൽ നിന്ന് പുരോഹിത മേധാവിത്വത്തെ എടുത്ത് വലിച്ചെറിയൂ. ആൻഡ് യു ഗെറ്റ് ദി ബെസ്റ്റ് റിലീജിയൻ ഇൻ ദ വേൾഡ്. ആ പൗരോഹിത്യത്തെയും പുരോഹിതന്മാരുടെയും അടിച്ചമർത്തപ്പെട്ട പ്രവർത്തികളിൽ നിന്ന് മതത്തെ മോചിപ്പിച്ചാൽ നിങ്ങൾക്ക് ഉജ്ജ്വലമായ ആത്മീയത നിറഞ്ഞ മതം ലഭിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ക്യാൻ യു മേക്ക് എ യൂറോപ്യൻ സൊസൈറ്റി വിത്ത് ഇന്ത്യാസ് റിലീജിയൻ? പാശ്ചാത്യ നാടുകളിലെ ഒരു സമൂഹത്തെ ഭാരതത്തിന്റെ ആത്മീയത ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഭാരതത്തിന്റെ ആത്മീയതയും പാശ്ചാത്യ നാടുകളിലെ സമൂഹവും ഒരുമിച്ച് വന്നാൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഐ ബിലീവ് ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് മസ്റ്റ് ബി. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അത് സാധിക്കും. ഭാരതത്തിന്റെ ആത്മീയത നിറഞ്ഞ ഒരു പാശ്ചാത്യ സമൂഹത്തിന്റെ വീക്ഷണം നിറഞ്ഞ മാനവരാശിയെ ഭാരതത്തിന്റെ മണ്ണില് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ട്രൈ ടു റിവൈവ് സൊസൈറ്റി ഓൺ ദി ഓൾഡ് ഗ്രൗണ്ട്സ് ഓഫ് യൂണിവേഴ്സൽ സാൽവേഷൻ ആൻഡ് ഇക്വാലിറ്റി ആസ് ലെയ്ഡ് ഡൗൺ ബൈ ദി ഓൾഡ് മാസ്റ്റേഴ്സ്. നമ്മുടെ പൂർവിക ആചാര്യന്മാര് സച്ച ശങ്കരാചാര്യ, രാമാനുജാചാര്യ ആൻഡ് ചൈതന്യ മഹാപ്രഭുവിനെയും രാമാനുജനെയും ശങ്കരാചാര്യരെയും പോലെയുള്ള നമ്മളുടെ പഴയ ഉജ്ജ്വലരായ അധ്യാപകരും ശ്രേഷ്ഠരായ ആചാര്യന്മാരും നമുക്ക് തന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശങ്ങൾക്കകത്തു നിന്നുകൊണ്ട് നമ്മളുടെ പഴയ പൈതൃകത്തിൽ ഒന്നിനെ പോലും കൈവിടാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, യൂണിവേഴ്സൽ സാൽവേഷനും എല്ലാവരിലും തുല്യതയും വെച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ
സാധിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും മാർഗവും. പ്രണാമം. നമസ്കാരം.